പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Canon G2730 എന്ന പ്രിൻ്ററിൻ്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മോഡൽ പ്രിൻ്ററിന് പ്രത്യേകിച്ച് ഒരു സ്കാനർ ഡ്രൈവർ വരുന്നില്ല. നിങ്ങൾ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ആവുന്ന കൂടെ തന്നെ ഇതിൻ്റെ സ്കാനർ ഡ്രൈവറും സ്കാനർ സോഫ്റ്റ്വെയറും കൂടെ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, നിങ്ങൾ മസ്റ്റായിട്ട് കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ കണക്റ്റഡ് ആയിരിക്കണം. എന്നിട്ട് മാത്രമേ ഈ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു, അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അതിൽ Canon സപ്പോർട്ട് ഇന്ത്യ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ ആദ്യം കാണുന്ന സൈറ്റ് തന്നെ Canon ഇന്ത്യയുടെ ഒഫീഷ്യൽ സൈറ്റാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ സൈറ്റ് ഓപ്പൺ ആയി വരുന്നതാണ്. നമുക്കിവിടെ ആദ്യം ചെയ്യാനുള്ളത് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഞാൻ ഇവിടെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് സൈറ്റ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ബൈ മോഡൽ നെയിം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, കണ്ടില്ല? ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിൻ്ററിൻ്റെ മോഡൽ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ G2730 എന്ന് ടൈപ്പ് ചെയ്യുന്നതോടുകൂടി തന്നെ താഴെ ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവും നമ്മൾ മോഡൽ നെയിം. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്യുന്നതോടുകൂടി നെക്സ്റ്റ് പേജിലോട്ട് പോകും. ഇവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് കാണാൻ സാധിക്കും, അതേപോലെ ഫോട്ടോസ് കാണാൻ സാധിക്കും. താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ആദ്യം നമ്മളിവിടെ ചെയ്യാനുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. താഴോട്ട് സ്ക്രോൾ ചെയ്താണ് ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫോൾഡറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ കുറേ വിൻഡോസിൻ്റെയും മാക്കിൻ്റെയും വെർഷൻസ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് ഒരു വോയിസിൻ്റെ വെർഷൻ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ വെർഷൻ വരുന്നത്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന സെർച്ച് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് ഒന്ന് റീലോഡായി വരുന്നതാണ്. താഴെ കാണുന്ന ആ ഫയൽ നമുക്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നെക്സ്റ്റ് പേജിലോട്ട് പോകും. നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഫയലാണത്. അത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ചെറിയൊരു ലോഡിങ്ങിന് ശേഷം നെക്സ്റ്റ് പേജിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഈ ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആൾറെഡി പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ USB കേബിൾ കണക്റ്റഡ് ആയിരിക്കണം. താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഏത് ഏരിയ എന്നുള്ളത് നെക്സ്റ്റ് എന്നുള്ള സെലക്ട് ചെയ്താണ് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി ഇവിടെ സെർച്ച് ചെയ്താണ് നമ്മൾ ആൾറെഡി കേബിൾ കണക്റ്റഡ് ആയതുകൊണ്ട് ഇവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നതോടെ ഇൻസ്റ്റാളിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ആവുന്നതാണ്. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ മെസ്സേജ് വരുന്നതാണ്. സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്നാണ്ട് ജസ്റ്റ് എക്സിറ്റ് എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ സ്കാനിങ്ങിനുള്ള സോഫ്റ്റ്വെയർ ഇതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ജസ്റ്റ് വിൻഡോ കീ പ്രസ് ചെയ്യുന്നു. താഴോട്ട് വരുന്ന സമയത്ത് Canon യൂട്ടിലിറ്റീസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ കാണാം IJ സ്കാൻ യൂട്ടിലിറ്റി എന്നുള്ളത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഈ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ആവണ കൂടെ തന്നെ ഇതിൻ്റെ സ്കാനർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇതാണ് നമ്മൾ ആപ്ലിക്കേഷൻ വരുന്നത്. ഇതിൽ ഡോക്യുമെൻ്റ് എന്നുള്ളത് കാണുന്നത് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഈ മോഡൽ പ്രിൻ്റർ എങ്ങനെ സ്കാൻ ചെയ്യുക എന്നുള്ളത്, സ്കാനിങ്ങിൻ്റെ സെറ്റിങ്സ് എങ്ങനെ ചെയ്യുന്നതിനെല്ലാം കുറിച്ചുള്ളൊരു മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.